കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. മേക്കപ്പിട്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് മത്സരാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കുന്നു. പ്രതിഷേധം ശക്തം. ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരവേദിയിൽ നിന്ന്. കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. മത്സരങ്ങൾ മണിക്കൂറുകൾ വൈകുന്നു എന്നത് കലോത്സവങ്ങളിലെ സ്ഥിരം ആരോപണമാണ്. കായംകുളം കലോത്സവത്തിലും യാതൊരു മാറ്റവുമില്ല. ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരത്തിലെ പരാതി കാണാം. ഇപ്പോൾ രാവിലെ തൊട്ട് രാവിലെ ഒന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഇരിപ്പാണ്. ഇപ്പോൾ സമയം ശരിക്കും വൈകി. ഇപ്പോൾ UP കഴിഞ്ഞ് ഹൈസ്കൂൾ വരേണ്ടതിന് പകരം ഡയറക്റ്റ് ഹയർ സെക്കൻഡറി ആണ് എടുത്തേക്കുന്നത്. ഞങ്ങളുടെ ഹൈസ്കൂളിലുള്ള ഏതോ ഒരു കുട്ടിക്ക് ഭരതനാട്യത്തിനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ എടുക്കാതെ UP കഴിഞ്ഞ് ഡയറക്റ്റ് ഹയർ സെക്കൻഡറിയിലേക്ക് പോയിരിക്കുവാണ്. ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. ഇപ്പാണ് നിൽക്കുന്നത്. ഇപ്പം സന്ധ്യ അടുത്തായി. ഇപ്പം ഹൈസ്കൂളിൽ 2-3 പേരേ ഉള്ളൂ എന്നിട്ടും അവരെത്ര നേരം വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ആ ഒരു സമയമൊക്കെ ഇവർ ഹയർ സെക്കൻഡറിക്കാരുടെ വരട്ടെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹയർ സെക്കൻഡറിക്കാർ വരുമെന്നും പറഞ്ഞ് അവരുടെ കിരീടം വെച്ചിട്ടില്ലെന്നും പറഞ്ഞ് വെക്കാനൊരു സമയം വേണമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. രാവിലെ മുതൽ മേക്കപ്പിട്ട മത്സരത്തിന് മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വിവരണാതീതം. ഭക്ഷണം പോലും കഴിക്കാനാവാതെ അവശതയിലായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാണ് പലരും മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനിടെ സംഘാടകരുടെ ചില ക്രമീകരണങ്ങളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മത്സരങ്ങൾ തീരുന്നതിനനുസരിച്ച് കലോത്സവ ടൈം ടേബിൾ മത്സരങ്ങളുടെ സമയം എഴുതിയിട്ടില്ല. 9 മണിക്ക് തുടങ്ങുമെന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോ മത്സരങ്ങളും തീരുന്നതിനനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് റെഡിയായി നിൽക്കുന്നതാണ്. ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്തില്ല, ബാക്കി ഒന്നും നമ്മൾ സംസാരിക്കുന്നതേ ഇല്ല. എന്നാലും ഒരു കുട്ടിക്ക് ഭരതനാട്യവും മോഹിനിയാട്ടവും 3 മത്സരങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന് കൊടുക്കുന്ന മാനുഷിക പരിഗണനയുടെ ഒരു 1/4 ഭാഗം ഈ കൊച്ചിന് കൊടുത്തായിരുന്നെങ്കിൽ ഇവൻ രാവിലെ ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കണം. ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ട് പരിപാടി തുടങ്ങിയപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാ. ഇപ്പം 4 മണിക്കൂറിൻ്റെ അടുത്താകാറായി ഏകദേശം. അതൊരു ഒരു മാനുഷിക പരിഗണന കാണിച്ചാൽ മതിയായിരുന്നു ആ കാര്യത്തിൽ. വേറൊന്നും വേണ്ട. കാരണം എല്ലാവർക്കും മത്സരിക്കണം, അത് അംഗീകരിക്കാം. പക്ഷെ സമയത്ത് വരുന്നവരെ മാനിക്കണം, അവർക്കൊരു വില തരണം. അത് എത്രേ പറയുന്നുള്ളൂ. എല്ലാ കലോത്സവത്തിലും ഇത് തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ വിഷമങ്ങളാണ് നമ്മളിങ്ങനെ പറയണത്. 5-6 മണിക്കൂറുകൾ കാത്തുനിന്ന് കുഴഞ്ഞു വീഴാറായ കുരുന്നുകളോട് മാനുഷിക പരിഗണന കാണിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം.